ഹല്ലേലൂയ. കർത്താവായ യേശുവേ, മാനവരാശിയുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ സഹോദരങ്ങളെ, യോഹന്നാൻപേട്ട ഗ്ലാഡിയസ് സിസ്റ്റർ എന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് മോഹൻ എന്നാണ്. കണ്ണൂർ ജില്ലയിൽ കർണാടക വനത്തിനോട് തൊട്ടുകിടന്ന ഒരു സ്ഥലത്തായിരുന്നു എൻ്റെ വീട്. ഇപ്പോൾ ഞാൻ ചാലക്കുടിയിൽ ദിവ്യൻ ജ്ഞാന മന്ദിരത്തിനടുത്ത മുരിങ്ങൂർ ഇടവകയിൽ വീട് വെച്ച് കുടുംബമായി താമസിക്കുന്നു. ഭാര്യയും 2 ആൺകുഞ്ഞുങ്ങളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 15 വർഷമായി പോട്ട ദിവ്യൻ ധ്യാന മന്ദിരത്തിലും കേരളത്തിലെ മറ്റ് പല ധ്യാന കേന്ദ്രങ്ങളിൽ പോയി ഞാൻ കർത്താവിനെ ഒരു സാക്ഷിയായി ശുശ്രൂഷ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വചനത്തിൽ ഈശോ പ്രകാരം പറഞ്ഞു, നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ തിരഞ്ഞെടുപ്പ് നമ്മുടെ ഒരു യോഗ്യത കൊണ്ടും അല്ല. പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്തോസ് 1:27, വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ പോഷന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്നെ എന്തിനാണ് തിരഞ്ഞെടുത്തതെന്ന് അപ്പസ്തോല പ്രവർത്തനം 22:15 പറഞ്ഞിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ എനിക്കൊരു സാക്ഷി ആയിരിക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ചിരിക്കുന്ന ഈ ഒരു ദൗത്യവുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതും. ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ 35-ാമത്തെ വയസ്സിൽ വലിയൊരു സഹനത്തിൽ കൂടിയാണ് ദൈവപുത്രനായ യേശുവിനെ മനസ്സിലാക്കിയത്. എല്ലാ മനുഷ്യരുടെയും പറയാൻ കാരണം ജെറേമിയ 32:27 പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ആ എല്ലാ മനുഷ്യരുടെയും രക്ഷകനായി ഇന്നും ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച്, എനിക്കുണ്ടായ ആ ദൈവ അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്നത്. ഇവിടെ 1995 ഒക്ടോബർ മാസം 24-ാം തീയതി ഒരു സംഘം അക്രമികളുടെ അതിക്രൂരമായ ആക്രമണത്തിൽ നിരവധി മുറിവുകളേറ്റ് ഈ ലോകത്ത് കിടന്ന് പടഞ്ഞു മരിച്ച ഒരു മനുഷ്യനാണ് ഞാൻ വെട്ടേറ്റ് മരിച്ചെന്ന് ഇനി കോഴിക്കോട് നിന്നിറങ്ങിയ ഒരു അന്തിപത്രത്തിൽ വാർത്ത വരെ വന്നതുമാണ്. മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കാൻ കഴിയുന്ന, ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്ന പുത്രൻ എനിക്ക് വീണ്ടും ദാനമായി നൽകിയിരിക്കുന്ന ജീവനുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കതിന് ഒരു സംശയവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 5:10, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് തന്നിൽ തന്നെ സാക്ഷ്യം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് വ്യക്തിപരമാണ്, അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ മരിച്ചിരുന്നു, ദൈവം എനിക്ക് വീണ്ടും ദാനമായി നൽകിയിട്ടുള്ള ജീവനുമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നതെന്ന് എനിക്കൊരു സംശയവും ഇല്ല. ഞാൻ മരിച്ചതിൻ്റെ ഒരടയാളമായി എനിക്കിപ്പം നിങ്ങൾക്ക് നൽകുവാൻ അന്ന്
എൻ്റെ ശരീരത്തിലേറ്റ നിരവധിയായ മുറിവിൻ്റെ പാടുകളാണുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ മരിക്കുവാൻ സാധ്യതയുണ്ടോ എന്ന്. 18 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ ആ പാടുകളെല്ലാം മാഞ്ഞുപോയി. എങ്കിലും നിങ്ങൾ നോക്കിക്കേ, ഈ കഴുത്തിൻ്റെ ഇടതു ഭാഗത്ത് ഒരു വെട്ടുകൊണ്ടിട്ട് കഴുത്ത് പകുതി ഭാഗം മുറിഞ്ഞു പോയതാണ്, കരണഞരമ്പ് അടക്കം. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം അതെല്ലാം നികന്നുപോയി. ഒരു 10 വർഷത്തിന് മുമ്പ് വരെ ഇവിടെ ഒരു കുഴിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു കരണഞരമ്പുണ്ട്. ഈ ഞരമ്പ് മുറിഞ്ഞാൽ ആരും ജീവിക്കുകയെന്നാണ് പറയുന്നത്. എന്നാൽ എൻ്റെ ഈ ഭാഗത്തുണ്ടായിരുന്ന മുഴുവൻ ഞരമ്പും തലച്ചോറിലേക്ക് രക്തം പാസ് ചെയ്യുന്ന ഞരമ്പ് വരെ മുറിഞ്ഞിരുന്നു. വയറിൻ്റെ മുകളിലായി കത്തി കൊണ്ട് കുത്തിയിട്ട് അവിടെ എല്ലാം വെളിയിൽ വന്നു. 2 ഇഞ്ച് കരള് മുറിഞ്ഞതാണ്. ഇടതുകാല് മുട്ടിൻ്റെ മുകളിൽ വെച്ച് മുറിഞ്ഞ് തൂങ്ങിയിരുന്നു. ഇത് അസ്ഥി പകുതി മുറിഞ്ഞ് അവിടെ നിന്നു. ഇത്ര ദൂരത്തിലാണ് രക്തം ചിറ്റിയത്. എന്നാൽ വലതുകാല് നിരവധി വെട്ടുകൾ കൊണ്ട് മുറിഞ്ഞ് വിട്ടുപോയിരുന്നു. പിന്നെ ഓപ്പറേഷൻ ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നതാണ്. ഈ 2 വിരല് മുറിഞ്ഞ് തൂങ്ങിയിരുന്നു. ചെറിയ ചെറിയ നിരവധി മുറിവുകൾ വരെയും ഉണ്ടായിരുന്നു. ഈ മുറിവിൽ കൂടിയെല്ലാം രക്തം ചീറ്റി നമ്മൾ ഈ കരയിൽ പിടിച്ചിടുന്ന മീനിനെ പോലെ ഈ ലോകത്ത് കടന്ന് പടഞ്ഞ് പടഞ്ഞ് മരിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ രംഗങ്ങൾ മുഴുവൻ ഒരു വീഡിയോ കാസറ്റിൽ പകർത്തി ഇപ്പം എവിടെയെങ്ങാനും ഇട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവനാകുന്ന ആത്മാവ് ഈ ദേഹം വിട്ടു പോകുമ്പോഴാണ്. എൻ്റെ ആത്മാവ് ഈ ദേഹം വിട്ടുപോയി. എന്നാൽ ദൈവം വീണ്ടും ഈ ആത്മാവിനെ എൻ്റെ ദേഹത്ത് നിക്ഷേപിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി. അന്ന് മരിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുവാനുള്ള ഒരു കാരണം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദൈവപുത്രന്റെ ആ സ്വരം ശ്രവിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ജീവനോടെ നിൽക്കുന്നത്. ഈ തിരുവചനത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷിയാണ് ഞാൻ. എനിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചോ സുവിശേഷത്തെക്കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. ജനിച്ചത് കോട്ടയം ജില്ലയിലാണ്. അവിടെ നിന്ന് കണ്ണൂർ ജില്ലയിലേക്ക് കുടിയേറിപ്പോയതാണ് എൻ്റെ കുടുംബം. ഇവിടെ ആദ്യം ശ്രീകണ്ഠാര പഞ്ചായത്തിൽ താമസിച്ചു. അവിടെ നിന്ന് പയ്യാവൂർ പഞ്ചായത്തിൽ കർണാടക വനത്തിനോട് തൊട്ട് കിടക്കുന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ ഒരു ഏഷ്യയുടെ ഫലമായി ഒരു സംഘം ആൾക്കാർ എന്നെ കൊല്ലുവാനായി ആയുധങ്ങളുമായി വന്ന് ആക്രമിച്ചു. ഈ മുറിവുകളെല്ലാം ഏറ്റ ഞാൻ പടഞ്ഞ് നിശ്ചലമായപ്പോൾ എൻ്റെ ചലനം നിന്നപ്പോൾ മരിച്ചെന്ന് കരുതി അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ കുറേ സമയം ഞാൻ ആരും കാണാതെ ശ്രദ്ധിക്കാതെ അവിടെ കിടന്നു. ആരും എന്നെ ശ്രദ്ധിച്ചില്ലെങ്കിലും ദൈവം എന്നെ ശ്രദ്ധിച്ചിരുന്നു. എസെക്കിയേൽ 16:6 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ രക്തത്തിൽ കിടന്ന് പിടയുന്നത് ഞാൻ കണ്ടു, ചോരയിൽ കിടന്നുരുളുന്ന നിന്നോട് പറഞ്ഞു, നീ ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, 99 ഞാൻ ദിവ്യൻ ധ്യാന മന്ദിരത്തിൽ സാക്ഷ്യം പറയാൻ തുടങ്ങിയ കാലത്ത് ആദ്യത്തെ 3 ആഴ്ച ഞാൻ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു, ഈ മുറിവുകളെല്ലാം ഏറ്റവും ആരും ശ്രദ്ധിക്കാതെ ഞാൻ കടന്നു വന്നു. 3-ാമത്തെ ആഴ്ച ഞാൻ ബൈബിൾ വായിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഞാൻ ഒരു സ്വരം കേൾക്കുകയാണ്, നീ എസെക്കിയേൽ ഒന്ന് നോക്കിക്കേ. അതിന് മുമ്പ്
ആ സ്വരം ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഞാൻ എസെക്കിയേൽ നോക്കി ചെല്ലുമ്പോഴാണ് എസെക്കിയേൽ 16:6 രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ രക്തത്തിൽ കിടന്ന് പിടയുന്നത് ഞാൻ കണ്ടു. വചനം വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നൊരു ചോദ്യമാണ്, 3 ആഴ്ചയായില്ലേ നീ പറയാൻ തുടങ്ങിയിട്ട്, ആരും കാണാതെ കിടന്നെന്ന്. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തെ ആഴ്ച ഞാൻ പറഞ്ഞു, ആരും കണ്ടില്ലെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നു. ഇത് അന്ന് ഡിവിയിൽ ഒരു സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 39:19, മർത്യൻ്റെ എല്ലാ പ്രവൃത്തികളും അവിടുന്ന് കാണുന്നു, അവൻ്റെ കണ്ണിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. പ്രഭാഷകൻ 23:19, അവൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നീട് എന്നെ ആൾ കണ്ടു, നാട്ടുകാർ വീട്ടുകാരെല്ലാം കൂടി വന്നു, എന്നെ ഒരു ജീപ്പിൽ കയറ്റി എടുത്ത് പിറക്കിയിട്ടുകൊണ്ട് പോയി എന്ന് പറയുന്നത്. ആ ശരി. കണ്ണൂരിലുള്ള വലിയ ഹോസ്പിറ്റലെല്ലാം എത്തിച്ചു. ആരും എന്നെ അഡ്മിറ്റ് ചെയ്തില്ല. എല്ലാം ഒന്ന് വാരിക്കെട്ടി എത്രയും വേഗം കോഴിക്കോട് കൊണ്ടുപോയി നോക്കാൻ പറഞ്ഞു. അവിടുന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. പരിഹാരത്തെ മെഡിക്കൽ കോളേജില്ല. ഇവിടെ മുറിവേറ്റ് കിടന്നിടത്തുനിന്ന് 150 കിലോമീറ്റർ ഉണ്ട് മെഡിക്കൽ കോളേജിൽ എത്താൻ. അവിടെ എത്തിച്ച് രക്തം കയറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ നാഡിത്തുടിപ്പ് നിന്നുപോയി. മുഴുവൻ രക്തവും വാർന്നു പോയി. രക്തം കയറുന്നില്ല. ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാൻ ഈ മുറിവേറ്റി കിടക്കുന്ന ആ സമയത്ത് എനിക്കൊരു അനുഭവമുണ്ടായി. അനുഭവത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പിൽ എനിക്ക് സാക്ഷിയായിരിക്കേ. അതിനു വേണ്ടിയാണ് എനിക്ക് വീണ്ടും ജീവൻ തന്നത്. ഇവരെന്നെ ചാടി ആക്രമിക്കുന്ന സമയം വരെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് കുറേ സമയത്തേക്ക് എൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ എനിക്ക് വീണ്ടും ഒരു ബോധം വന്നു. ഞാൻ കണ്ണു തുറക്കുമ്പോൾ കണ്ണെല്ലാം രക്തത്തിൽ ഒട്ടിയിരിക്കുകയാണ്, ചെരിഞ്ഞു കിടക്കുകയാണ്. ഈ കഴുത്തിൻ്റെ വെട്ടുകൊണ്ട് കഴുത്ത് ഒടിഞ്ഞു പോയത് അപ്പോഴത് എനിക്കറിയില്ല. ചെരിഞ്ഞു കിടക്കുന്ന ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ ഈ കാലിൻ്റെ പാദഭാഗം കാണുന്നില്ല. ഇവിടെയുള്ള മസിലുകളിരുന്ന് ഇങ്ങനെ 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 ചലിക്കുന്നു. നമ്മൾ ഈ ഇറച്ചി വെട്ടുന്ന കടയിലൊക്കെ പോയാൽ കാണാം, ഇങ്ങനെ മാംസങ്ങളിരുന്ന് ചലിക്കുന്നു. ഈ ചെരിഞ്ഞു കിടക്കുന്ന ഞാൻ ഒന്ന് മറിഞ്ഞു കിടക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ ശരീരം ചലിക്കുന്നില്ല. മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് മറിയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ശരീരം ചലിക്കുന്നില്ല. അതായത് എൻ്റെ ചലനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീട് കണ്ണ് തുറന്ന് പിടിക്കുവാനുള്ള ആ ശക്തി കൂടി എനിക്ക് നഷ്ടപ്പെടുകയാണ്. അങ്ങനെ എൻ്റെ കണ്ണ് രണ്ടും അങ്ങോട്ട് അടഞ്ഞു. ഈ സമയത്ത് എൻ്റെ ഉള്ളിൽ ബോധമുണ്ട്. എനിക്ക് 2ാമത് ബോധം വന്നിരുന്നു. ഇങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ഉയർന്നുയർന്നുയർന്നങ്ങ് പോകുന്നതായി ഒരനുഭവം എനിക്കുണ്ടായി. വെറുതെ പോവുകയല്ല, എന്നെ ഏതോ ഒരു ശക്തി കൊണ്ടുപോവുകയാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഈ കേടുവന്ന വണ്ടി മറ്റു വണ്ടികൾ കെട്ടിവലിച്ചുകൊണ്ട് പോകുന്ന അതുപോലെ. അന്നത് എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കറിയാം. അങ്ങനെ ചെന്ന് ഏതോ ഒരു സ്ഥലത്ത് ചെന്നു, അവിടെ നിന്നു. എന്നെ കൊണ്ടുപോയ ശക്തി നിന്നു, ഞാൻ അവിടെ നിന്നു. എൻ്റെ പേര് അവർ വിളിക്കുന്നത് ഞാൻ കേൾക്കുകയാണ്. എൻ്റെ പേരാണല്ലോ വിളിച്ചത് എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ പേരും കൂടി 2ാമത് വിളിച്ചു. ഇവിടെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ആള്, 3-ൽ കൂടുതൽ ആളുണ്ട്. അവരവിടെ ഇരുന്ന് എന്നെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ ജനിച്ച കോട്ടയം ജില്ലയിലുള്ള സ്ഥലത്തെക്കുറിച്ച്, എൻ്റെ മാതാപിതാക്കളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവൻ നമ്മുടെ പക്ഷത്തായിരുന്നു, നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുമുണ്ട് എന്നൊരാൾ പറയുന്നത് ഞാൻ കേട്ടു. ഇത് കേട്ട മറ്റൊരാൾ പറയുകയാണ്, ശരി, എന്നാൽ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ന്. അത് ഒരു സ്ത്രീയുടെ സ്വരമായിരുന്നു. അപ്പോൾ അവരവിടെ ഏതൊക്കെയോ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണ്. ഗ്രന്ഥം പരിശോധിച്ച ആൾ പറഞ്ഞു, പരോപകാരമുണ്ട്, ദാനധർമ്മവും ഉണ്ട് എന്ന്. എനിക്ക് വ്യക്തമായി കേൾക്കാം. വീണ്ടും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഇതിൻ്റെ മറുഭാഗത്ത് നിന്ന് മറ്റൊരു ഗ്രൂപ്പ് എന്നെക്കുറിച്ച് മോശമായ അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത ഓരോ തിന്മകൾ എടുത്തെടുത്തു പറഞ്ഞുകൊണ്ടാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഓരോ കുറ്റം ആരോപിക്കുമ്പോഴും ആ കുറ്റം ചെയ്യുവാനുണ്ടായ കാരണം എൻ്റെ മനസ്സിൽ ഓർമ്മ വരും. അപ്പം ഞാൻ മനസ്സിൽ ഓർമ്മിക്കുന്ന ഈ കാര്യം ആദ്യത്തെ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അവിടെ പറയുകയാണ്. അതായത് ഇവരിവിടുന്ന് കുറ്റം ആരോപിക്കുന്നു,
കുറ്റം ചെയ്യുവാനുണ്ടായ കാരണം മനസ്സിൽ ഓർമ്മിക്കുന്നു. മനസ്സിൽ ഓർമ്മിക്കുന്ന കാര്യം അവിടെ ഒരാൾ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആദ്യം ഒരു ഓഫീസ് പോലെ ഈ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് അവിടെ പിന്നീട് ഒരു കോടതിയായി മാറുകയും ആ കോടതിയിൽ എൻ്റെ ജീവന് വേണ്ടി ഒരു ന്യായവാദം നടക്കുന്നതായി ഞാൻ കേൾക്കുകയാണ്. എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്നും കുറ്റം ആരോപിച്ചവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന് പരസ്പരം വാദിക്കുകയാണ്. നല്ല അഭിപ്രായം പറഞ്ഞവർ എനിക്ക് വേണ്ടി വാദിച്ചു. നിങ്ങൾ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് ഈ തിന്മകളൊക്കെ ഇവൻ ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ നല്ല അഭിപ്രായം പറഞ്ഞവർ ആ കോടതിയിൽ ന്യായാധിപനോട് അപേക്ഷിക്കുകയാണ്. നമുക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും അറിവുമില്ല, രക്ഷിക്കണം. രണ്ടാമത് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത ഓരോ നന്മ പ്രവൃത്തികൾ ഒരു സിനിമയിൽ കാണുന്നത് പോലെ അവിടെ കാണുവാൻ തുടങ്ങി. ആദ്യമായി ഞാൻ കണ്ടത് ഒരിക്കൽ ചന്ദനക്കാമ്പാറ എന്ന സ്ഥലത്ത് നിന്ന് പാടാങ്കാവിൽ എന്ന സ്ഥലത്തേക്ക് യാത്ര പോവുകയാണ്. ഭയങ്കര ഒരു കയറ്റമാണ്, വെറുതെ പോകുന്നവരും മടുക്കും. ഞാൻ പോകുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരാൾ ഒരു ചുമടുമായി പോകുന്നുണ്ട്. അയാൾ വളരെ വിഷമിച്ച് പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് ചേട്ടാ, കുറച്ച് സമയം ഞാൻ പിടിക്കാം. ഞാൻ ഈ ചുമട് വാങ്ങി ഒരു കുറച്ച് ദൂരം ചുമന്ന് കൊടുത്തിരുന്നു. ഈ രംഗമാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ പോയ സമയത്ത് ഈ യാചകർക്കൊക്കെ ഓരോ രൂപ കൊടുത്തു പോയ രംഗമൊക്കെ ഒരു സിനിമയിൽ കാണുന്ന പോലെ ഞാൻ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇവിടെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് പോയതുപോലെ തന്നെ താന്നു പോരുന്ന അനുഭവം എനിക്കുണ്ടായി. അപ്പം അങ്ങനെ അടിയിൽ വന്ന് നിന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരല്പസമയത്ത് ഇടവേളയ്ക്ക് ശേഷം ഇതാ ജീവൻ എന്നൊരു സ്വരം കേട്ടു. ഇതാ ജീവൻ. ഈ സ്വരം കേട്ട നിമിഷം ചലനശേഷി നഷ്ടപ്പെട്ടിരുന്ന എൻ്റെ 2 കണ്ണിൻ്റെയും ചലനശക്തി തിരിച്ചു കിട്ടി. എനിക്ക് കണ്ണു തുറക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, കണ്ണു തുറക്കുമ്പോൾ ഞാൻ കണ്ട കാഴ്ച ഇതുപോലുള്ള ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക്, ഇത് നമ്മൾ ട്രിപ്പ് ഇടുമ്പോൾ കാണുന്ന ട്യൂബാണ്, ഇതുപോലുള്ള ഒരു ട്യൂബിൻ്റെ ഉള്ളിലേക്ക് രക്തം തുള്ളി തുള്ളി വീഴുന്നതാണ് കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത്. ഇതിൻ്റെ തൊട്ടുമേലെ ചതുരത്തിലുള്ള ഒരു ചെറിയ പ്ലാസ്റ്റിക് കൂട്ടിൽ രക്തം അങ്ങനെ തൂങ്ങിക്കിടക്കുന്നുമുണ്ട്. ഈ പ്ലാസ്റ്റിക് കൂട്ടിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിൽ രക്തവുമുണ്ട്, വെള്ളവുമുണ്ട്. ഒരു കൂട്ടിൽ ചോരയും നീരും രണ്ടായിട്ട് എനിക്ക് കാണാമായിരുന്നു. മേലെയാണ് നീര്, അടിയിലാണ് രക്തം. ഇതിൽ നിന്നാണ് വീണുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ മെഡിക്കൽ കോളേജിലെ ഒരു ബെഡിലാണ്. ഈ മുറിവേറ്റ് കിടന്നിടന്ന് തന്നെ ആൾ കണ്ടതോ എടുത്തുകൊണ്ട് പോയതോ മറ്റു ഹോസ്പിറ്റലിൽ കാണിച്ചതോ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതൊന്നും എനിക്ക് യാതൊരു ഓർമ്മയില്ല. ഇതെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. ഞാൻ പോയത് മുകളിലേക്കാണ്. എന്നാൽ നാടിതുടിപ്പിൽ നിന്ന് രക്തം കയറാതിരുന്ന എൻ്റെ ദേഹത്തേക്ക് ജീവൻ ഈ സ്വരം ശ്രമിച്ച നിമിഷം മുതൽ രക്തം കയറുവാനായിട്ട് തുടങ്ങി. പിന്നീട് അനേക ബോട്ടിൽ രക്തം വേണ്ടി വന്നു. കാരണം ഈ മസിലുകൾ മുറിഞ്ഞേക്കുന്നത്, തുന്നി കെട്ടാൻ പറ്റും. കുറേശ്ശേ ഇതിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ 26-ാമത്തെ ദിവസം, 25 ദിവസവും ഒരു ഗ്യാരണ്ടിയും പറഞ്ഞില്ല. 26-ാമത്തെ ദിവസം ജീവൻ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഡോക്ടർ പറയുകയാണ്, ഇനി ഭയപ്പെടേണ്ട, ജീവൻ തന്നതിന് ദൈവത്തിന് നന്ദി പറയുക. കാലിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പിന്നീട് ഞാൻ 18 മാസത്തോളം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇവിടെ ആ സമയത്തൊന്നും എനിക്ക് പോട്ടാടീവൻ ജ്ഞാനമന്ത്രത്തെക്കുറിച്ച് അറിയില്ല. ഏതോ ഒരു സഹോദരൻ വചനോത്സവ മാസിക എനിക്ക് കൊണ്ടുതന്നു. ആ വചനോത്സവ മാസികയിൽ കൂടിയാണ് ഞാൻ പോട്ടാടീവൻ ജ്ഞാനമന്ത്രത്തെക്കുറിച്ചും അവിടെ നടക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചും മനസ്സിലാക്കുന്നത്. പല പ്രാവശ്യത്തെ വചനോത്സവ മാസിക വായിച്ചപ്പോൾ അവിടെ ചെന്നൊരു ധ്യാനം കൂടണമെന്ന് എൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ടായി. അങ്ങനെ ഈ സംഭവത്തിന് 2 വർഷത്തിന് ശേഷം 97 ഡിസംബർ മാസത്തിൽ ഞാനും എൻ്റെ അമ്മയും കൂടി വേറെ 2 ആളുടെ സഹായത്താൽ ഒരാഴ്ചത്തെ ധ്യാനം കൂടുന്നതിന് വേണ്ടി
ഡിവിയൻ ധ്യാനമന്ദിരത്തിലേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് എൻ്റെ ഇടത് കൈക്ക് ചലനമില്ല. കഴുത്തിൻ്റെ മുറിവെല്ലാം ഉണങ്ങി, പക്ഷേ ചലനശക്തി വന്നിട്ടില്ല. വലത് കാല് 7ാമത്തെ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നു. 2 ക്രച്ചസ് വെടിയുമായിട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അവിടെ ചെന്ന് രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് കിടന്നു ഞാൻ ധ്യാനം കൊടുക്കുകയാണ്. എല്ലാം TV കൂടെ കാണുകയാണ്. എനിക്കൊരു പ്രാർത്ഥനയും അറിയില്ല. എന്നാൽ ആ ധ്യാനത്തിൻ്റെ മധ്യേ വ്യാഴാഴ്ച രാത്രി ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് ബഹുമാനപ്പെട്ട പനിക്കലച്ചൻ ഓരോ സംഭവങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ആദ്യ അച്ഛൻ പറഞ്ഞത്, വയനാട്ടിൽ നിന്നും ചക്കയിട്ടപ്പോൾ നട്ടെല്ലിന് ക്ഷതം പറ്റിയ മീനാക്ഷിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. രണ്ടാമത് അച്ഛൻ പറയുകയാണ്, നിരവധി വെട്ടുകൾ കൊണ്ടുവന്നിരിക്കുന്ന മോഹനെ കർത്താവ് തൊടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെട്ടുകൾ എന്നുള്ള ഇട്ട് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നടുക്കമുണ്ടായി. ഈ നടുക്കത്തോടു കൂടി എൻ്റെ ചലനമല്ലാതെ കടന്ന് ഇടത് കൈ പെട്ടെന്നൊന്ന് ചലിച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോൾ ചലിക്കുന്നില്ല. എനിക്കൊരു സംശയം, എനിക്ക് തോന്നിയതാണോ ചലിച്ചതാണോ? പ്രിയപ്പെട്ടവരെ, വ്യാഴാഴ്ച രാത്രി ഞാൻ കടന്നുറങ്ങി. വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ ഇടത് കൈ പൂർണ്ണമായി ശക്തി പ്രാപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ രാത്രിയിൽ എന്താ സംഭവിച്ചതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി എന്താ സംഭവിച്ചതെന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായം 16-ാം വചനം നോക്കിയാൽ മതി. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഈ സംഭവം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. ഈ വചനം പറഞ്ഞപ്പോൾ ഒരു 12 വർഷത്തിന് മുമ്പ് ഞാൻ ഡിവൈൻ ധ്യാനമന്ദിരത്തിൻ്റെ ഊട്ടിശാലയുടെ ഫ്രണ്ടിൽ നിൽക്കുക. ഒരു ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഒരു സഹോദരൻ വന്ന് പറയുകയാണ്, എൻ്റെ ബ്രദറെ, എൻ്റെ ഒരു മകൻ നാട് വിട്ടുപോയി, 10 വർഷം കഴിഞ്ഞു, ഇതുവരെ ഒരു ഫോൺ വിളിക്കുകയോ ഒരു എഴുത്തോ വന്നിട്ടില്ല. അവൻ ജീവനോടെ ഇരിപ്പുണ്ടോ മരിച്ചു പോയോ അറിയാവോ? ഈ മകന് വേണ്ടി ഈ അപ്പൻ ഒരാഴ്ച മുഴുവൻ ധ്യാനം കൂടി ശനിയാഴ്ച ധ്യാനം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ സഹോദരൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അവൻ വരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. അതിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ സഹോദരനുമായിട്ട് സംസാരിച്ച് ഞാൻ ഇങ്ങോട്ട് നീങ്ങി, ഈ സഹോദരൻ അങ്ങോട്ട് നീക്കി. ഒരു 10 അടി വെച്ച് കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു ബഹളം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴേ, തിരിഞ്ഞു ചെല്ലുമ്പോൾ എന്നോട് സംസാരിച്ചിട്ട് ഈ സഹോദരൻ അങ്ങോട്ട് ചെല്ലുമ്പം നേരെ മുമ്പിൽ നിന്ന് 10 വർഷം മുമ്പ് നാട് വിട്ടു പോയ മകൻ ഇതാ വരുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടിയ ബഹളമാണത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എസെക്കിയേൽ 34:16 ആദ്യം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാവോ? നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും, വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും, മുറിവേറ്റതിനെ ഞാൻ വെച്ചുകെട്ടും, ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. ഈ നഷ്ടപ്പെട്ട മകനെ ഓർത്ത് അപ്പൻ ഒരാഴ്ച അവിടെ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ മകൻ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് ആ മകനെ പൊക്കി ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടുവരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഞാൻ ആ ധ്യാനം കഴിഞ്ഞ് പോയപ്പോൾ ഒരു മലയാള സമ്പൂർണ്ണ ബൈബിൾ മേടിച്ചു. അതിനു മുമ്പ് ഞാൻ ബൈബിൾ വായിച്ചിട്ടില്ല. വീട്ടിൽ ചെന്ന് കിടന്ന് ഞാൻ ഈ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ 1 കൊല്ലം കൊണ്ട് ഞാൻ വായിച്ചു. കാരണം എനിക്ക് നടക്കാൻ പറ്റാതെ കിടക്കുക. ഞാൻ ബൈബിൾ അങ്ങോട്ട് വായിച്ചു ചെല്ലുമ്പോൾ ദൈവം ബൈബിളിൽ കൂടി എന്നോട് സംസാരിക്കുന്നത് പോലുള്ള അനുഭവങ്ങൾ എനിക്കുണ്ടാകുവാൻ തുടങ്ങി. യെശയ്യാ 43:1 കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന് 1 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഡിവൈനിൽ ധ്യാനത്തിന് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട പനക്കലച്ചൻ എൻ്റെ പേര് ചൊല്ലി വിളിച്ച സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. ഏതോ ഒരു ശക്തി എന്നെ ഇത് ഓർമ്മപ്പെടുത്തുക. അപ്പം എൻ്റെ മനസ്സിലൊരു സംശയം, ഞാനന്ന് ധ്യാനത്തിന് ചെന്നപ്പോൾ ഈ അച്ഛൻ എങ്ങനെയാണ് കൃത്യമായി നിരവധി വിട്ടുകൊണ്ടുവന്ന മോഹനെ കർത്താവ് തൊടുന്നു വിളിച്ചു പറഞ്ഞു. ഒരു സംശയം. ഇവിടെ വീണ്ടും ഞാൻ ബൈബിൾ അങ്ങ് വായിച്ചു ചെല്ലുമ്പോഴാണ് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 5:25 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വന്നിരിക്കുന്നു, ആ സ്വരം ശ്രവിക്കുന്നവൻ ജീവിക്കും. ഈ വചനം വായിച്ചപ്പോൾ പെട്ടെന്ന്
2.5 കൊല്ലത്തിന് മുൻപ് ഞാൻ മുറിവേറ്റ് മെഡിക്കൽ കോളേജിൽ കിടന്നപ്പോൾ ആ ദർശനത്തിൽ കേട്ട ഇതാ ജീവൻ, ഈ സ്വരം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. അതും എന്നെ ആരോ ഓർമ്മപ്പെടുത്തുക. എൻ്റെ മനസ്സിൽ വീണ്ടും ഒരു സംശയം. ഞാൻ അന്ന് കേട്ട ആ സ്വരം ഈ എഴുതിയിരിക്കുന്ന ദൈവപുത്രൻ്റെ സ്വരം ആയിരുന്നോ? പ്രിയപ്പെട്ടവര്, ഈ സംശയം വെച്ചുകൊണ്ട് വീണ്ടും ഞാൻ ബൈബിൾ അങ്ങ് വായിച്ചു ചെല്ലുമ്പോൾ യോഹന്നാന്റെ ലേഖനം, ബൈബിൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിക്കോ. 1 യോഹന്നാൻ 5-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇതാ ജീവൻ എന്ന സ്വരം കേട്ട് എൻ്റെ കണ്ണിരണ്ടും തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഒരു പ്ലാസ്റ്റിക് കൂട്ടിൽ രക്തവും വെള്ളവും കിടക്കുന്നതും അതിൽ നിന്ന് തുള്ളി തുള്ളിയായി എൻ്റെ ദേഹത്തേക്ക് കയറുന്നതായിരുന്നു. ഇത് അവിടെ എഴുതിയിരിക്കുന്നു: ജലത്താലും രക്തത്താലും വന്നവൻ ഇവനാണ് യേശു ക്രിസ്തു. ജലത്താൽ മാത്രമല്ല, ജലത്താലും രക്തത്താലുമാണ് അവൻ വന്നത്. ആത്മാവാണ് സാക്ഷ്യം നൽകുന്നത്. ആത്മാവ് സത്യമാണ്. 3 സാക്ഷികളാണുള്ളത്: ആത്മാവ്, ജലം, രക്തം. ഇവ 3ഉം ഒരേ സാക്ഷ്യം നൽകുന്നു. മനുഷ്യരുടെ സാക്ഷ്യം നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ സാക്ഷ്യം. ഡോക്ടർ പറഞ്ഞു ജീവൻ തന്നതിന് ദൈവത്തിന് നന്ദി പറ. അതൊരു മനുഷ്യൻ്റെ സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ എല്ലാം വിശദമായിട്ട് പറയാനുള്ള സമയമില്ല. പിന്നീട് ഞാൻ ഈ ബൈബിള് വായിച്ചിട്ടില്ലാത്ത സമയത്ത് ആ മുറിവേറ്റ് കിടക്കുമ്പോൾ ദർശനത്തിൽ കേട്ടതായ ന്യായവാദത്തെക്കുറിച്ച്, കോടതിയെക്കുറിച്ച്, ന്യായാധിപനെക്കുറിച്ച്, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചത്, ഉയർന്നുയർന്നു പോയ എല്ലാ സംഭവങ്ങളും ഞാൻ ഈ ബൈബിളിൽ വായിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സംഭവങ്ങൾ മുഴുവൻ ബൈബിളിൽ എനിക്ക് കാണിച്ചു തന്നു. ഇവിടെ ഇത് ഒരു മനുഷ്യൻ മരിച്ചു കഴിയുമ്പോൾ അവൻ്റെ ആത്മാവിന് സംഭവിക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറയുന്ന വചനങ്ങൾ ഒന്ന് നോക്കിക്കോ. ഉയർന്നിരുന്നു പോയ ഭാഗത്തെക്കുറിച്ച് 2 കൊരിന്തോസ് 12-ാം അധ്യായം 2 മുതൽ 4 വരെ വചനം: 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ എന്നെനിക്കറിയില്ല, ദൈവത്തിനെ അതറിയൂ. ഈ മനുഷ്യൻ പറുദീസായിലേക്ക് ഉയർത്തപ്പെട്ടു എന്നെനിക്കറിയാം. ശരീരത്തോടു കൂടിയോ ശരീരം കൂടാതെയോ എന്നെനിക്കറിയില്ല, ദൈവത്തിനെ അതറിയൂ. മനുഷ്യനെ വിവരിച്ചു കൂടാത്തതായ കാര്യങ്ങൾ അവൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ വചനമൊക്കെ വായിച്ചപ്പോൾ ഈ പോയ സംഭവങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭൂമിയിൽ ചെയ്ത ഓരോ തിന്മകൾ കൃത്യമായി എനിക്കെതിരെ പറയുകയും ആ രംഗം ഒരു സിനിമയിൽ കാണുന്ന പോലെ ഞാൻ കാണുകയും ചെയ്തിരുന്നു. 3 കൊല്ലം കഴിഞ്ഞ് ഞാൻ ബൈബിള് വായിച്ച് ചെല്ലുമ്പോൾ ജ്ഞാനം എന്നൊരു പുസ്തകമുണ്ട് ബൈബിളിൽ. ജ്ഞാനം 4-ാം അധ്യായം 20-ാം വചനത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്: നിങ്ങളുടെ പാപങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിങ്ങളെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവര് കുറ്റമാരോപിക്കുമ്പോൾ കുറ്റം ചെയ്യേണ്ട കാരണം മനസ്സിൽ ഓർമ്മിക്കുന്നു. മനസ്സിൽ ഓർമ്മിക്കുന്ന കാര്യം ആദ്യത്തെ ഗ്രൂപ്പിലെ ഒരാൾ അവിടെ പറയുന്നു. യെശയ്യ 43:26: നീ എന്നെ ഓർമ്മിപ്പിക്കുക, നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ നീ ഉന്നയിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല അഭിപ്രായം പറഞ്ഞവർ ഞാൻ അവരുടെ കൂട്ടത്തിലാണെന്ന്, കുറ്റം ആരോപിച്ചവരെ പറയുന്നു ഞാൻ അവരുടെ കൂട്ടത്തിലാണ്. അവർ പരസ്പരം വാദിക്കുന്നത് ഞാൻ കേട്ടു. 3 കൊല്ലം കഴിഞ്ഞ് ബൈബിൾ വായിച്ചെല്ലുമ്പോൾ പ്രഭാഷകൻ 27:5 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കുശവന്റെ പാത്രങ്ങൾ ചൂളയിൽ എന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോടതിയെക്കുറിച്ച്, ഗ്രന്ഥങ്ങൾ പരിശോധനയെക്കുറിച്ച്
വെളിപാട് 20-11-12 വെണ്മയേറിയ ഒരു സിംഹാസനവും അതിൽ ഇരിക്കുന്നവനെയും ഞാൻ കണ്ടു. അതാണ് കോടതി. മരിച്ചവർ വലിയവരും ചെറിയവരും ആ സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതായും ഞാൻ കണ്ടു. അപ്പോൾ മരണശേഷമാണ് അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെ എന്താ എഴുതിയിരിക്കുന്നതെന്ന് ബൈബിളോടെ നോക്കിക്കേ. ഗ്രന്ഥങ്ങൾ തുറക്കപ്പെട്ടു. മറ്റൊരു ഗ്രന്ഥവും തുറക്കപ്പെട്ടു. അത് ജീവന്റെ ഗ്രന്ഥമാണ്. ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവൃത്തികൾക്കനുസരിച്ച് മരിച്ചവർ വിധിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്ക് എന്നൊരു സ്ത്രീ പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ ഗ്രന്ഥം പരിശോധിച്ചിട്ട് പറഞ്ഞു, പരോപകാരമുണ്ട്, ദാനധർമ്മവും ഉണ്ട് എന്നാണ്. തോബിത്ത് 12-9-10 ദാനധർമ്മം മരണത്തിൽ നിന്നും രക്ഷിക്കുന്നു, പരോപകാരം ചെയ്യുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും. ദൈവത്തിൻ്റെ വചനത്തിനൊരു മാറ്റവും വന്നുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കോടതിയിൽ ഇരുന്ന ന്യായാധിപനെ കുറിച്ച് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-21-22 പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. എല്ലാവർക്കും ഇല്ല. താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല. വിധി മുഴുവൻ അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനം 10:42 ജീവിച്ചിരിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായിട്ട് ദൈവം അവനെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെ ആ ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ള ന്യായാധിപനായ പുത്രൻ താൻ ഇച്ഛിക്കുന്നവന് ഇന്നും ജീവൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ അതേ അനുഭവം ഉണ്ടായ ഒരച്ഛനെ എനിക്കറിയാം. അച്ഛൻ്റെ സാക്ഷി ഞാൻ ഇൻ്റർനെറ്റിൽ നിന്ന് എടുത്ത് വായിച്ചതാണ്. ജോസ് മണിയങ്കാട്ടുന്ന അച്ഛൻ ചെന്നിട്ട് ശുദ്ധീകരണ സ്ഥലവും നരകവും കണ്ട് യേശുവിൻ്റെ അടുത്ത് ചെന്ന് തിരിച്ചു വന്നതാണ്. അപ്പോൾ അച്ഛനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് അച്ഛൻ്റെ ആത്മാവ് വന്ന് ശരീരത്തിൽ പ്രവേശിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താൻ ഇച്ഛിക്കുന്നവന് അവൻ വീണ്ടും ജീവൻ നൽകുന്നു. ഇവിടെ അന്ന് മരിച്ച് ഞാൻ വീണ്ടും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് ആ ന്യായാധിപൻ ഇച്ഛിച്ചതുകൊണ്ട് ദാ ജീവൻ എനിക്ക് വീണ്ടും ജീവൻ തരികയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ കണ്ടിട്ടില്ലാതെ എനിക്ക് ആ സത്യങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബൈബിൾ കൂടി വെളിപ്പെടുത്തി തന്നു. ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വീണ്ടും ജീവൻ തന്ന ദൈവപുത്രനെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈ വലത് കാലിന് 7 ഓപ്പറേഷൻ നടത്തിയിട്ട് സൗഖ്യം കിട്ടാതെ മുറിവിന് താഴോട്ട് പ്രവർത്തന ശേഷിയില്ലാതെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ആദ്യം വിട്ടുപോയത് അത് വെച്ച് പിടിപ്പിച്ചു. 7 ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി രക്ഷയില്ല, കട്ട് ചെയ്തേക്കാമെന്ന്. പ്രൈസ് ദി ലോർഡ്. കട്ട് ചെയ്യാനൊന്നും സാധിച്ചില്ല. തമ്പുരാൻ്റെ ഒരു പദ്ധതിയായിരുന്നു. 8 കൊല്ലം ഇത് തൂങ്ങിക്കിടന്നത്. കണ്ടിട്ടുള്ള സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൂങ്ങിക്കിടന്ന കാലുമായിട്ടാണ് 8 വർഷം ഞാൻ നടന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ അവസ്ഥയിലായ ഞാൻ പിന്നെ ഒരു വിവാഹത്തെക്കുറിച്ചോ കുടുംബജീവിതത്തെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചില്ല. എൻ്റെ കാല് തൂങ്ങിക്കിടക്കുന്നു, സ്വത്തുക്കളൊന്നുമില്ല. പിന്നെ എന്നെ സ്വീകരിക്കാൻ ഏതെങ്കിലും പെണ്ണ് തയ്യാറാവുമോ? സങ്കീർത്തനം 34:10 സിംഹക്കുഞ്ഞുങ്ങൾ ആഹാരം കിട്ടാതെ പട്ടിണി കിടന്നാലും കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 2000 ഡിസംബർ 30 കർത്താവിൻ്റെ വിവാഹം നടത്തി തന്നു. പാലായിലെ പൈകപ്പള്ളി വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. 7 പേരുടെ വിവാഹം ഒരുമിച്ചായിരുന്നു. അതിലെ ഏറ്റവും നല്ല പെണ്ണ് എൻ്റെ പെണ്ണായിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടിട്ടുള്ളവരുണ്ട്, അവരോട് ചോദിച്ചാൽ മതി. ഇത് എവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2001 2005 2 ആൺകുഞ്ഞുങ്ങളെ തന്നു. കർത്താവ് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങളൊക്കെ കിട്ടുമ്പോൾ കാല് തൂങ്ങിക്കിടക്കുക. വിശുദ്ധ മത്തായി സുവിശേഷം 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അവിടുത്തെ രാജ്യത്തിൻ്റെ നീതി ഇച്ചിരി കടുപ്പമുള്ളതാ. എന്താണെന്നറിയാവോ? ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്നെ വെട്ടി എൻ്റെ സ്വത്തുക്കളെല്ലാം പോയി തൂങ്ങിക്കിടക്കുന്ന കാലം കൊണ്ട് പോയ ഞാൻ എന്നെ വെട്ടിയവരെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന്. സാധിക്കുമോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ പ്രലോഭിപ്പിച്ചത് കൊണ്ടാണ് അവൻ ഈ തിന്മകളൊക്കെ ചെയ്തത്. എനിക്ക് വേണ്ടി വാദിക്കുന്നത് ഞാൻ കേട്ടു. അതാണ് സത്യം. അതാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞതും, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിയാൽ മാത്രമേ ക്ഷമിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എൻ്റെ കാലിന് 7 ഓപ്പറേഷൻ നടത്തപ്പോഴും എൻ്റെ ചിന്ത ഇതാണ്, കാലെ കുത്തി നടക്കാൻ പറ്റിയാൽ അവരെ ഞാൻ തകർക്കും. പക്ഷേ കർത്താവ് സൗഖ്യം തന്നില്ല. അവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചു. 8ാമതൊരു ഓപ്പറേഷൻ നടത്തി, ഇതാ പൂർണ്ണമായി സുഖപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8 കൊല്ലം തൂങ്ങിക്കിടന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇത് സുഖപ്പെടുത്തുന്നത്. ജെറേമിയ 30:17, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. കർത്താവാണിത് അരുളി ചെയ്യുന്നത്. ആകാശവും ഭൂമിയും ഇല്ലാതായാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം സംഭവിക്കത്തില്ല. അപ്പം ഞാൻ മുഴുവൻ സമയവും ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നു. ദൈവം എൻ്റെ ജീവനെ വീണ്ടും തന്നപ്പോൾ എനിക്കൊരു ദൗത്യം തന്നു. ആ ദൗത്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പസ്തോല പ്രവർത്തനം 22:15, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെ കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുൻപിൽ എനിക്ക് സാക്ഷി ആയിരിക്കെ. മരണശേഷം നമുക്കൊരു വിധിയുണ്ട്. ആ കോർട്ടിൽ നാം എല്ലാവരും ചെല്ലണം. പ്രിയപ്പെട്ടവരെ, ആ കോടതിയിൽ നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളാണ് സാക്ഷി, വേറെ സാക്ഷിയില്ല. ഈ കോടതി പോലെയല്ല. ഈ ഭൂമിയിൽ ചെയ്ത നന്മകളെല്ലാം ഒരു സിനിമയിൽ കാണുന്ന പോലെ ഒരു ഭാഗത്ത് കാണുമ്പോൾ മറുഭാഗത്ത് ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ തിന്മകളും കാണാം. ജ്ഞാനം 4:20, പാവങ്ങളുടെ കണക്കെടുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടും, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിങ്ങളെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തും. സഭാപ്രസംഗകൻ 12:14, നല്ലതോ ചീത്തയോ ആയ ഏതു നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. ഈശോ തന്നെ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 2 മുതൽ 5 വരെ, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതെ ഇരിക്കുകയില്ല. എബ്രായ ലേഖനം 4:13, അവന്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് കൊടുക്കേണ്ടത് അവന്റെ സന്നിധിയിലാണ്. കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. പ്രഭാഷകൻ 35:12 പറയുന്നു, കർത്താവ് പക്ഷപാതമില്ലാത്ത ന്യായാധിപനാണ്. സങ്കീർത്തനം 103:6, പീഡിതരായ എല്ലാവർക്കും അവിടുന്ന് നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. ജോബ് 19:25, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകൻ 18:20 പറഞ്ഞു, ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കുക, വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കുക. ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എൻ്റെ സ്വർഗസ്വനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവരും രക്ഷപ്പെടണമെന്നും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. സത്യം ഇതാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. യേശുവാണ് സത്യം, യേശുവാണ് ജീവൻ. ജീവൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവിനെ വിലയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നു.
മത്തായി സുവിശേഷം 16:26, മർക്കോസ് 8:36. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് അവനെന്ത് പ്രയോജനം? മനുഷ്യനെ തൻ്റെ ആത്മാവിന് പകരമായി കൊടുക്കുവാൻ മറ്റെന്തുണ്ട്? ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കാം. അത് കാരണം ഈ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഒരു മാനസാന്തരത്തിന് അവസരം ഉണ്ട്. നല്ല കള്ളം പറഞ്ഞില്ലേ, എന്നെ ഒന്ന് ഓർക്കണമേ, നീ എന്നോട് കൂടെ. അപ്പൊ ഈ ആത്മാവ് ശരീരം വിടുന്നതിന് മുമ്പ് നമുക്കൊരു അവസരം ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ന്യായവിധിക്ക് മുൻപ് നിന്നെ തന്നെ പരിശോധിക്കുക, വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും. ഇവിടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ കേട്ട വചനത്തെക്കുറിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കും. നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായസിംഹാസനത്തിന് മുൻപിൽ നിൽക്കണം. ഭൂമിയിൽ ചെയ്ത നന്മ തിന്മകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കരുണയായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ നല്ല ചെയ്തിട്ടുണ്ട്, എൻ്റെ സന്നിധിയിൽ കടന്നു വരുന്നവരെ ഒരു നാളും ഞാൻ തള്ളിക്കളയല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നല്ല ചെയ്തു, നിങ്ങളുടെ മേൽ ഞാൻ ശുദ്ധജലം തളിക്കും. നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. നിങ്ങളുടെ ശരീരത്തിലെ ശിലാഹൃദയത്തെ എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും. നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി.